ഹായ് നമസ്കാരം. മെട്രാക്കൾട്ട് എന്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സാമൂതിരിയുടെ അരിയിട്ടുവാഴ്ചയെ സംബന്ധിച്ച് അതിന് ആരൊക്കെ പങ്കെടുത്തിരുന്നത് എന്നറിയാൻ വല്ല മാർഗം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകൾ കണ്ടിരുന്നു. അപ്പൊ ഞാൻ കുറെ പുസ്തകങ്ങളൊക്കെ പരിശോധിച്ച് നോക്കി. അപ്പൊ അതിലൊന്നും എല്ലാത്തിലും ഈ സാമന്തന്മാരും അതുപോലെ തന്നെ നാടുപ്രമാണികളും അതുപോലെ നാടുവഴികളെയൊക്കെയാണ് ക്ഷണിച്ചിരുന്നത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് തിരുവനന്തപുരത്തേക്ക്, അതായത് തിരുവിതാംകൂറിലേക്ക് ക്ഷണിച്ച കാര്യമാണ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. പക്ഷെ അവരെ സാമൂതിരിയുടെ അരിയിട്ട് വാഴ്ചയ്ക്കും വിളിച്ചിരുന്നു. പക്ഷെ അതെങ്ങനെ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളിലേക്ക് എത്തി, അതിനു മുമ്പ് ഒരു ചെറിയൊരു കൂറുമത്സരമൊക്കെ ഉണ്ടായിരുന്നു. കൂറുമത്സരത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്യാം. പക്ഷെ അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ കിട്ടുന്നത്. പക്ഷെ പിന്നീട് അവരുടെ കയ്യിൽ നിന്നും ഇത് പോയി. അങ്ങനെ പോയിട്ട് നമ്മൾ എത്തി നിൽക്കുന്നത് പൂമുള്ളി എന്ന് പറയുന്ന ഒരു മനയാണ്. ഈ പൂമുള്ളി മനയെ കുറിച്ചുള്ള ചരിത്രം കുറെ നോക്കിയപ്പോൾ അതിലൊന്നും ഈ പറയുന്ന കാര്യങ്ങൾ പരാമർശിച്ച് കണ്ടില്ല. അപ്പൊ അരിയിട്ടുവാഴ്ചയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംബന്ധിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥാവലി കോഴിക്കോട് മ്യൂസിയത്തിൽ, അതായത് സാമൂതിരിയുടെ ഒരു മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഞാനത് കാണാൻ കഴിഞ്ഞില്ല. എല്ലാറ്റിലും പറയുന്നത് നാടുവാഴികളും പ്രമാണിമാരും സാമന്തന്മാരെയും ക്ഷണിച്ചിരുന്നു എന്നാണ്. അപ്പൊ അതിന് ഈ പൂമുള്ളിമനയെ കണ്ടപ്പോൾ അതിനെ ഞാൻ അതൊന്ന് ഒന്നുകൂടി വായിച്ചു നോക്കുമ്പോൾ രസകരമായ ചില വസ്തുതകൾ കിട്ടിയത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കത് പുതിയൊരു അറിവായിരിക്കാം. അപ്പൊ പൂമുള്ളി മനയിലുള്ളവർക്ക് ഇത് അറിയോ എന്ന് എനിക്കറിയില്ല, അവർക്ക് അറിയുമായിരിക്കാം. അപ്പൊ എന്തായാലും ആ കാര്യങ്ങളാണ് ഇവിടെ പങ്കുവെക്കുന്നത്. പിന്നെ ചരിത്രം പറയുമ്പോൾ എല്ലാ ലൊക്കേഷനും നമുക്ക് കിട്ടിക്കൊള്ളണം എന്നൊന്നുമില്ല, പലതും ക്ഷയിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ ഇത് പങ്കുവെക്കാനുള്ള കുറച്ച് ഇതേ കിട്ടിയിട്ടുള്ളൂ, ക്ലിപ്പുകളെ കിട്ടിയിട്ടുള്ളൂ. ഇവിടെ ഫോട്ടോ കർശനമായി നിരോധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമുക്ക് ഉള്ളിൽ പോയിട്ട് ഒന്നും എടുക്കാൻ പറ്റില്ല. ഞാൻ അതിന്റെ പരിസരത്ത് കൂടെ ഉള്ളത് മാത്രം എടുത്തിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ രാജാക്കന്മാരുടെ ഭരണമൊക്കെ പോയി കഴിഞ്ഞു. അപ്പോൾ രാജാവിന്റെ ഭരണം പോയി കഴിഞ്ഞിട്ട്, അതായത് മാലിഖാനെ കിട്ടി പെൻഷൻ പറ്റി വന്നു കഴിഞ്ഞാൽ ഈ റിട്ടയർഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ അവസ്ഥയാണ് അവർക്ക്. കാരണം അവരൊക്കെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ സാറേ എന്നൊക്കെ വിളിക്കും, പക്ഷേ വലിയൊരു ബഹുമാനമൊന്നും കിട്ടില്ല. പിന്നെ അവരുടെ മക്കളുടെ മക്കളും ഒക്കെ ആയി കഴിഞ്ഞാൽ ആ ബഹുമാനം പോകും. അതാണ് ഇപ്പോഴത്തെ ഈ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന പ്രമാണിമാരുടെയൊക്കെ മക്കളുടെയും അനന്തരാവകാശികളുടെയൊക്കെ സ്ഥിതി. പലരും വാടക വീട്ടിൽ കഴിയുന്നുണ്ട്, വാടക കൊടുക്കാനും കൂടി കഴിവില്ലാത്ത ആൾക്കാരെ നമുക്കറിയാം. അപ്പം നമ്മളത് അങ്ങനെ ഒരു തെറ്റിദ്ധരിക്കേണ്ട. എന്നാലും ഇത് രസകരമായ ചില വസ്തുതകളുണ്ട്. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ അവസാനം വരെ കാണുക, കാരണം വാച്ച് അവർ കൂട്ടാൻ വേണ്ടിയിട്ടല്ല. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിട്ടുപോകും, മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇപ്പൊ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോവാം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കാതിരിക്കുക. അപ്പൊ ഇതിന്റെ പരിസരത്തുള്ളത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പാടമാണ്, വിളഞ്ഞു കിടക്കുന്ന പാടമാണ്. അവിടെ തന്നെ നമുക്ക് അങ്ങ് തുടങ്ങാം. പുലരിപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ, നീ എൻ്റെ തൂവൽ ചേല ഉലച്ചു കടന്നില്ലേ. പാടം കണ്ടപ്പോൾ ഒന്ന് പാടാൻ തോന്നിയതാണ്, ബോറടിച്ചു അല്ലേ. നമ്മുടെ കാര്യത്തിലേക്ക് വരാം. സാമൂതിരിയുടെ കുടുംബത്തില് നടന്നിരുന്ന രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. വേറെയും കുറെ ചടങ്ങുകളുണ്ട്, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് തിരുവന്താലിയും മറ്റൊന്ന് അരിയിട്ടുവാഴ്ചയുമാണ്. അപ്പൊ ഓരോ പുതിയ സാമൂതിരിയും അധികാരത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മുൻഗാമികളുടെ മരണാന്തര ചടങ്ങുകൾ അഥവാ തിരുവന്താലി നടത്തേണ്ടതുണ്ട്. അതിനുശേഷമാണ് അരിയിട്ടുവാഴ്ച നടക്കുന്നത്. സമൂഹത്തിൽ അന്ന് ഉയർന്ന പദവി ഉണ്ടായിരുന്ന നായന്മാര് അനുഷ്ഠിച്ചു വന്നിരുന്ന അതേ രീതിയിലായിരുന്നു സാമൂതിരി കുടുംബാംഗങ്ങളുടെ മരണാനന്തര ചടങ്ങുകൾ നടന്നിരുന്നത്. ശവശരീരം ദഹിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. AD 1793 വരെ പുന്നത്തൂർ രാജാവിന്റെ, അതായത് പുന്നത്തൂർ രാജാവ് സാമൂതിരിയാകുന്ന ആളിന്റെ ഇടത് കൈയും ഭട്ടത്ത് രാജാവ് വലത് കൈയും പിടിച്ചായിരിക്കും അത്ര സാമൂതിരിയെ കുളത്തിലേക്ക് അല്ലെങ്കിൽ സ്നാനം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്നത്. സാമൂതിരി വെള്ളത്തിൽ ഇറങ്ങിയ ഉടൻ പുന്നത്തൂർ മറ്റൊരു ഭാഗത്തേക്ക് നീന്തി പോകും അത്രേ. ഈ ക്ഷേത്രത്തിന്റെ മതില് നല്ല പഴക്കം തോന്നുന്നുണ്ട്, കല്ലുകൾ, അതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ക്ഷേത്രത്തില് ഇപ്പോ പുനരുദ്ധീകരിച്ചതാണെന്ന് തോന്നുന്നു, പക്ഷെ നല്ല പഴക്കം കാണാനുണ്ട്. കുണ്ടറ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് തെക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. അതുമായിട്ട് ബന്ധം ഉണ്ടായിരിക്കും. എന്തായാലും ഇതിന്റെ ഐതിഹ്യം ഞാൻ പറയുന്നില്ല. ആൽമരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ സ്നാനം കഴിഞ്ഞ് കുളത്തിൽ നിന്നും കോവിലകത്തേക്ക് വരുന്ന സാമൂതിരിയെ തന്ത്രി അല്ലെങ്കിൽ നമ്പൂതിരി പുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്തും. തുടർന്ന് സാമൂതിരി വലതുകാലിൽ വീരശൃംഖല ധരിക്കുന്നു.
ഈ വീരശൃംഖലയ്ക്ക് ഒരു ഐതിഹ്യമുണ്ട്. അതായത് ഇത് ചേരമാൻ പെരുമാൾ നൽകിയത് അത്ര 2 ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് തരൂർ സ്വരൂപത്തിൽ നിന്ന് നടുവട്ടം പിടിച്ചെടുത്തപ്പോൾ കുതിരവട്ടത്ത് നായരെ അഭിനന്ദിച്ച് നൽകിയിരുന്നു അത്രേ. കുതിരവട്ടം നായർ നടുവട്ടം പിടിച്ചതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഈ ക്ഷേത്രത്തിന്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ അത് കാണിക്കുന്നത്. അടുത്തത് വയറ് തളം എന്ന ഒരു ചടങ്ങാണ്. ഈ വയറ് തളത്തില് വയറ് ഉഴിയുന്നതാണ്. അതായത് ഔഷധ സസ്യങ്ങളും അതിലെ കൂട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുതരം പുല്ലൊക്കെ ഉപയോഗിച്ചിട്ട് വയറ് ഉഴിയുന്നതാണ്. ഇതിനെക്കുറിച്ചൊരു ഐതിഹ്യം പറയണത് കോൽക്കുന്നത്ത് ശിവാക്കൾ എന്ന സന്യാസിക്ക് സാമൂതിരിയുടെ കാര്യങ്ങളിലൊക്കെ ആ ഡിവോഷനൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം പ്രസാദിച്ചിട്ട് സാമൂതിരിയുടെ ആരോഗ്യത്തിനും അതുപോലെ ക്ഷേമത്തിനും വേണ്ടി ദിവസേന ഇത് ഉപയോഗിക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തൊരു കൂട്ടാണത്ര ഇത്. അപ്പൊ ദിവസേന സാമൂതിരി ഈ സ്ഥലത്ത് പോയി വയറുതളം എന്ന് പറയുന്ന സ്ഥലം, ഈ വയറുതളം പറയുന്ന സ്ഥലം ഒരു ഉയർന്ന പ്ലാറ്റ്ഫോമാണ്. അവിടെ കയറി നിന്നിട്ട് അതിനൊരാളുണ്ട്, അദ്ദേഹമാണ് ഇത് വയറൊക്കെ ഒഴിഞ്ഞ് ഒക്കെ ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ വിരലുകളും അതുപോലെ ശരീരഭാഗങ്ങളൊക്കെ ഈ ഔഷധങ്ങൾ കൊണ്ട് തിരുമ്പും. എന്നിട്ട് ഈ സ്ഥലം ഒരു കനത്ത തിരശീല കൊണ്ട് മറ്റുള്ളവർക്ക് കാണാൻ പാടില്ലാത്ത രീതിയിൽ മറച്ചിരിക്കും. ഈ ഉഴിച്ചിൽ കഴിയുന്നത് വരെ സാമൂതിരി കണ്ണ് കെട്ടിവരിക്കും. ഇതിനുശേഷം ഈ ഔഷധ ഗുണമുള്ള ഈ പുല്ലൊന്നും വലിച്ചെറിയാതെ കോവിലത്തെ പശുക്കൾക്ക് നൽകുമായിരുന്നേ. പിന്നീട് പൂർവികർക്ക് തിരുബലി നൽകുന്നതാണ് അടുത്ത ഒരു ചടങ്ങ്. ഇത് 1 വർഷത്തോളം, അതായത് തിരുമാസം ആകുന്നത് വരെ തുടരും. ഈ 1 വർഷം അദ്ദേഹം ദീക്ഷ അനുസരിക്കും. ദീക്ഷ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, താടി മുടിയൊക്കെ വളർത്തിയിട്ടുള്ളത്. ഇതാണ് നമ്മളെ മനയുടെ മുന്നിലുള്ള, അതായത് ഇവിടെ ഒരു വലിയൊരു ആൽമരമുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ കണ്ടത് ക്ഷേത്രമാണ്. അതിനെക്കുറിച്ചിട്ട് പറയാം. ആദ്യം ആ കാണുന്നതാണ് ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് വളരെയധികം പഴക്കമുണ്ട്. മനയെക്കാട്ടിലും മുന്നേ ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നു. അപ്പൊ ഈ പൂമുള്ളി മനയെ കുറിച്ചിട്ട് ഞാനൊന്ന് പറയാം. ഇതിന്റെ അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല. എല്ലായിടത്തും നല്ല വലുപ്പത്തിലുള്ള ബോർഡ് തന്നെ വെച്ചിരിക്കുന്നത്. കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഫോട്ടോ എടുക്കാൻ പാടില്ല, ഷൂട്ടിങ് ചെയ്യാൻ പാടില്ല. പുറത്തുനിന്ന് ആയതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കുന്നത്. ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. അതിന്റെ ചരിത്രം ചെറുതായിട്ടൊന്ന് പറയാം. ഈ പൂമുള്ളിമല സ്ഥിതി ചെയ്യുന്ന പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് ഗ്രാമത്തിലാണ്. ഏകദേശം 5.5 ഏക്കർ സ്ഥലത്ത് ഒരു 16 കെട്ടായിരുന്ന ഒരു മന, അത് ഭൂപരിഷ്കരണത്തിന് ശേഷം കേരളത്തിലെ ഏറ്റവും ധനികരായ മനകളിൽ ഒന്നായിരുന്നു ഇത്. എന്ന് പറഞ്ഞാൽ 30,000 പറ നെല്ലും 3,000 പറ അരിയും എക്കാലത്തും പൂമുള്ളി പത്തായപ്പുരയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം പുതുക്കി പണിതതാണ് കേട്ടോ. ഈ ക്ഷേത്രം മാത്രമാണ് ഏറ്റവും പഴക്കമുള്ളത്. പിന്നെ ഈ പത്തായപ്പുരയൊക്കെ 100 വർഷമായിട്ടേ ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ളതൊക്കെ ഈ ഇവിടെ കളരി ഉണ്ട്. ഇപ്പൊ നേരത്തെ ക്ഷേത്രം കാണിച്ചില്ലേ, അതിന്റെ അടുത്ത് തന്നെ കളരി ഉള്ളത്. ഈ തറവാടത്തിലൊക്കെ 500 വർഷം പഴക്കമുണ്ടെന്നാണ് ഞാൻ വായിച്ചത്. അപ്പോ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള പൂനുള്ളിയിരുന്ന മനയായിരുന്നത് കൊണ്ട് അത്ര പൂനുള്ളി മന എന്നും പിന്നീട് അത് പൂമുള്ളി മനയായിട്ട് മാറിയതാണെന്നാണ് പേരിന്റെ മേലുള്ള ഐതിഹ്യം. ഈ തറവാട് 1856 വേളനേഴി നമ്പൂതിരി പുനർനിർമ്മിച്ചതാണത്രേ. അതിനു മുമ്പ് തറവാട് എങ്ങനെ തകർന്നു എന്നതിൽ വ്യക്തമായ രേഖകളൊന്നുമില്ല. ഇവിടെ നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെയാണ് ടിപ്പുവിന്റെ സൈനിക താവളം സ്ഥിതി ചെയ്തിരുന്നത്. അതിനെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ അതിനു മുമ്പ് കാണിച്ചിരുന്നല്ലോ. അപ്പൊ ഈ മനയില് രജനീകാന്ത്, മോഹൻലാൽ, ചിരഞ്ജീവി എന്നിവരൊക്കെ ഇവിടെ ചികിത്സയ്ക്കായി എത്തിയിരുന്നു. ഇവിടുത്തെ പത്തായപ്പുരയുടെ താഴത്തുള്ള 4 മുറികളാണ് ചികിത്സയ്ക്ക് കൊടുക്കുന്നത്. പിന്നെ കുറെ അപ്പുറത്തൊക്കെ പണി നടക്കുന്നുണ്ട്. അവിടെ ഒക്കെ ആയുർവേദത്തിന്റെ ചികിത്സകൾ നടക്കുന്നുണ്ട്. തിരുബലിക്ക് ശേഷം സാമൂതിരി ഗൃഹശാന്തി അനുസരിക്കും. അപ്പോൾ സാമൂതിരിയുടെ തന്ത്രിയായ ചേനാർകൾ അല്ലെങ്കിൽ ചേന്നമംഗലം നമ്പൂതിരിയാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുക. മനുഷ്യന്റെ വിധി നിർണയിക്കുന്ന നവഗ്രഹങ്ങളിലെ ഓരോ ഗ്രഹത്തിനും ഓരോ വെള്ളി നാണയം വീതം മൊത്തം 9 വെള്ളി നാണയങ്ങൾ 40 വെള്ളത്തിൽ മുക്കിയിട്ട് സമർപ്പിക്കും. വേദമന്ത്രങ്ങൾ ഉരുവിട്ട് 9 നമ്പൂതിരിമാർ ഹോമം നടത്തും. അങ്ങനെ ശുദ്ധമാക്കപ്പെട്ട വെള്ളം അരിയിട്ട് വാഴ്ചയ്ക്ക് എത്തുന്ന സാമൂതിരിയുടെയും മറ്റ് സ്ഥാനികളുടെയും തലയിൽ ഒഴിക്കും. ഇതിനെയാണ് തിരുമുടി കലശം എന്ന് പറയുന്നത്. ഇതിനുശേഷം ചേന്നോർകൾ സാമൂതിരിയുടെ വലതു ചെവിയിൽ മന്ത്രിക്കുന്നു. മറ്റ് സ്ഥാനികൾക്കും പ്രത്യേക മന്ത്രങ്ങളുണ്ട്. ഇതിനെയാണ് മന്ത്രം കേൾപ്പിക്കൽ എന്ന് പറയുന്നത്. അതിനുശേഷം സാമൂതിരി കോവിലകത്തുള്ള ക്ഷേത്രത്തിലേക്ക് പോകും. ഭഗവതിയെയും ചേരമാൻ പെരുമാൾ നൽകിയ ഉടവാളിനെയും ആരാധിക്കുന്നു. യഥാർത്ഥത്തിലുള്ള ചേരമാൻ പെരുമാളിന്റെ വാള് കൊടുങ്ങല്ലൂരിൽ 1670 ഡച്ചുകാരുടെ ആക്രമണത്തെ തുടർന്ന് നശിച്ചിരുന്നു. പഴയ വാളിന്റെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച വാളാണ് ഇപ്പോഴുള്ളത്. ഇതിന്റെ ഉറ ചെമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്.
അടുത്തതായിട്ട് ഉടവാൾ അണയ്ക്കുക, ഉടവാൾ വാങ്ങുക എന്ന ചടങ്ങാണ്. ആദ്യത്തേത് വാൾ മൂർച്ച കൂട്ടുന്നതാണ്. 14 ദിവസത്തെ പുലയുള്ള സമയത്ത് സാമൂതിരി ആയുധം തൊടാൻ പാടില്ല. ക്ഷേത്രത്തിലെ ആരാധന കഴിഞ്ഞ് സാമൂതിരി കളരിയിലേക്ക് പോകും. കളരി ആശാനായ തമ്മെ പണിക്കരുടെ നിർദ്ദേശപ്രകാരം സാമൂതിരി കളരി പരമ്പര ദൈവങ്ങളായ 27 ദേവതകളെ ഓരോരുത്തരെയായി വണങ്ങി തമ്മെ പണിക്കരിൽ നിന്ന് വാൾ ഏറ്റുവാങ്ങും. ഇതിന് 101 പണം വീതം അടങ്ങുന്ന 2 പണക്കിഴികൾ തമ്മെ പണിക്കർക്ക് ദക്ഷിണയായി നൽകുന്നു. അടുത്തതാണ് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ സാമൂതിരി വണങ്ങുന്ന ചടങ്ങ്. യഥാർത്ഥത്തില് ബ്രാഹ്മണ പുരോഹിതരില് അക്കാലത്ത് ഏറ്റവും ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്ന 2 പുരോഹിതരാണ്. ഒന്ന് പന്നിയൂർ കൂറിലെപ്പെട്ട കൽപ്പകഞ്ചേരി തമ്പ്രാക്കളും ചൊവ്വര കൂറിൽപ്പെട്ട ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും. സാമൂതിരിയുടെ സംരക്ഷണം കിട്ടിയ പന്നിയൂർ കൂറിൽപ്പെട്ട കൽപ്പകഞ്ചേരി തമ്പ്രാക്കൾക്ക് മാത്രമേ അരിയിട്ട വാഴ്ചയിൽ പങ്കെടുക്കാൻ അന്ന് ക്ഷണിച്ചിരുന്നുള്ളൂ. കാലം കടന്നുപോയപ്പോൾ ചൊവ്വരക്കൂറുകാരും പന്നിയൂർ കൂറുകാരും തമ്മിലുള്ള പരസ്പര വിരോധമെല്ലാം മറന്നും പുറത്തും പരസ്പര വൈവാഹിക ബന്ധങ്ങളിലൊക്കെ ഏർപ്പെട്ടു തുടങ്ങി. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒക്കെ തുടങ്ങി. 17-ാം നൂറ്റാണ്ടായപ്പോഴേക്കും കൽപ്പകഞ്ചേരി അന്യം നിന്നു. അതുകൊണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ സാമൂതിരി അരിയിട്ട് വാഴ്ചയ്ക്ക് ക്ഷണിച്ചു തുടങ്ങി. ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ സാമൂതിരിയുടെ കോവിലകത്തേക്ക് പ്രവേശിക്കുകയില്ല. പക്ഷേ അദ്ദേഹം കോവിലകത്തിന് അടുത്തുള്ള ക്ഷേത്രത്തിലെത്തി അവിടെ താമസിക്കും. സാമൂതിരി അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി 8 വിരലുകൾ ഉപയോഗിച്ച് സാഷ്ടാംഗം അദ്ദേഹത്തിന്റെ മുന്നിൽ നമസ്കരിക്കും. പതുക്കെ തമ്പ്രാക്കൾ 3 പ്രാവശ്യം ഇങ്ങനെ ഉച്ചരിക്കും: പശുവിനെയും ബ്രാഹ്മണനെയും രക്ഷിച്ച് കുന്നലക്കോനാതിരിയായി വാഴുക. ഇതിനായി ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ സാമൂതിരിയിൽ നിന്നും 1000 പണമടങ്ങുന്ന ഒരു കിഴി ദക്ഷിണയായി സ്വീകരിക്കും. സാമൂതിരി ഉടനെ കോവിലകത്തേക്ക് പുറപ്പെടും. കോവിലകത്ത് എത്തിയാൽ ചമയം ചാർത്തൽ എന്ന ചടങ്ങാണ്. തിരുവാഭരണം സൂക്ഷിപ്പുകാരനായ നന്ദവനാട്ടിൽ നമ്പി ആഭരണങ്ങൾ അണിയുവാൻ സാമൂതിരിയെ സഹായിക്കുന്നു. 35 തരം തിരുവാഭരണങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. കിരീടം ധരിച്ചിരുന്നില്ല. പകരം തിരുമുടിപ്പട്ടം എന്ന സ്വർണത്തിന്റെ ഒരു ബാൻഡായിരുന്നു ധരിച്ചിരുന്നത്. പോർച്ചുഗീസുകാരുടെ കാലത്തിന് ശേഷമാണത്രേ കേരളത്തിലെ രാജാക്കന്മാർ എല്ലാം കിരീടം ധരിച്ചു തുടങ്ങിയത്. അരിയിട്ട് വാഴ്ച നടക്കുമ്പോൾ വിരച്ചിട്ട വെളുത്തതും കറുത്തതുമായ ഒരു പരവതാനിക്ക് മുകളിലായിരിക്കും അത്രേ സാമൂതിരി ഉപവിഷ്ടരാകുന്നത്. ബ്രാഹ്മണർ പരമ്പരാഗതമായ രീതിയിൽ തലയിൽ അരിയിട്ട് അനുഗ്രഹിച്ച് രാജാവാക്കുന്നതാണ് അരിയിട്ട് വാഴ്ച. ഈ പേര് ലഭിക്കാനുള്ള കാരണവും ഇതുകൊണ്ട് തന്നെ. ആദ്യകാലങ്ങളിൽ ബ്രാഹ്മണരെ പ്രതിനിധീകരിച്ച് പന്നിയൂർ കൂറിലെ കൊട്ടച്ചിറ ആദ്യനും ക്ഷത്രിയരെ പ്രതിനിധീകരിച്ച് വെട്ടത്ത് രാജാവുമായിരുന്നു അത്രേ ഈ ചടങ്ങുകൾക്കെല്ലാം മേൽനോട്ടം നടത്തിയിരുന്നത്. ഇനി പൂമുള്ളി നമ്പൂതിരി എങ്ങനെ ഇതിന്റെ ഭാഗമായി എന്ന് പറയാം. ഒരു പുല കാരണം ആദ്യന് അരിയിട്ട് വാഴ്ചയ്ക്ക് പങ്കെടുക്കാൻ കഴിയാതെ വന്നു. അദ്ദേഹത്തിന് പകരമായി തന്റെ സഹോദരി പുത്രനായ പൂമുള്ളി നമ്പൂതിരിയെ അരിയിട്ട് വാഴ്ചയ്ക്ക് അദ്ദേഹം പറഞ്ഞയച്ചു. സാമൂതിരിയുടെ അരിയിട്ട് വാഴ്ച നടക്കുന്ന തറയ്ക്ക് ഒരു പടി താഴെ നിന്ന് അദ്ദേഹം ഈ ചടങ്ങിന് മേൽനോട്ടം വഹിച്ചു. ഇത് പിന്നീട് ഒരു സമ്പ്രദായമായി മാറി. പൂർവികമായി കൊട്ടച്ചിറയ്ക്ക് ലഭിച്ചിരുന്ന അവകാശം അങ്ങനെ നഷ്ടപ്പെട്ടു. ചൊവ്വരക്കൂറുകാരായ വരിക്കംചേരി നമ്പൂതിരിയെയും കിടങ്ങാട്ട് നമ്പൂതിരിയെയും എന്നു മുതലാണ് അരിയിട്ട് വാഴ്ചയ്ക്ക് ക്ഷണിക്കപ്പെട്ടു തുടങ്ങിയത് എന്ന് വ്യക്തമല്ല. സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു പശുവിനെ ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് കേരളത്തിലെ സാമന്തന്മാരായ ആളുകൾ ഗായത്രി മന്ത്രം പഠിക്കുന്നതിനും ബ്രാഹ്മണർക്കൊപ്പം ഭക്ഷണം നൽകുന്നതിനും ഇടയാക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ഇതിനെയാണ് ഹിരണ്യഗർഭം എന്ന് പറയുന്നത്. ഇങ്ങനെ കുലശേഖര പെരുമാളിൽ നിന്ന് ദാനം ലഭിച്ച ഒരു സ്വർണ്ണ പശുവുമായി ആഴ്വാഞ്ചേരി തമ്പ്രാക്കള് വരുമ്പോൾ പാക്കനാര് അദ്ദേഹത്തെ ചത്ത പശു തനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐതിഹ്യം ഞാൻ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ചുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. പള്ളിമാറടി എഴുന്നള്ളിക്കൽ എന്ന ഒരു ചടങ്ങുണ്ട്. വള്ളുവക്കോനാതിരിയുടെ സൈന്യത്തെ തോൽപ്പിക്കുവാൻ സാമൂതിരി പള്ളിമാറടി ഉപയോഗിച്ചിരുന്നതായിട്ടൊരു വീഡിയോ ഞാൻ അതിനു മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് തിരുമാന്താംകുന്ന് ദേവി അപ്രത്യക്ഷയായി എന്ന് കരുതിയ ഒരു ഡോർ പാനൽ അഥവാ വാതിൽപ്പുളി വയറു തളത്തിലെത്തിക്കുന്നതാണ് ഈ ചടങ്ങ്. സാമൂതിരിയുടെ എല്ലാ വിജയങ്ങൾക്കും ഉള്ള അല്ലെങ്കിൽ ഐശ്വര്യത്തിനും കാരണം ഈ വാതിൽപ്പുളിയാണ് എന്ന് സാമൂതിരിമാര് വിശ്വസിച്ചു പോന്നിരുന്നു. എല്ലാവർക്കും സാമൂതിരി ദക്ഷിണ നൽകിയിരുന്നു. ചേനാസിനും തളപ്പണ്ണ, വള്ളുവനാട്ട് പട്ടർ, കൊട്ടാരം ജ്യോത്സ്യനായ ആലൂർ കണിയാർ, കൊട്ടാരം ഗുരുവായിട്ടുള്ള ദേശമംഗലം വാര്യർ, പൂമുള്ളിയിലെ പ്രതിനിധികൾ, വരിക്കുമഞ്ചേരി, കിണങ്ങാട് എന്നിവർക്ക് ദക്ഷിണ നൽകും. പൂമുള്ളിക്ക് 105 പണവും കിണങ്ങാട്ടിന് 98 പണവും ദക്ഷിണയായി നൽകുമായിരുന്നത്രേ. പന്നിയൂർ സാമൂതിരിയുടെ കയ്യിൽ നിന്ന് ദാനം വാങ്ങാൻ മടിച്ചു. അതുകൊണ്ടാണത്രേ സാമൂതിരി ചൊവ്വാരത്തേക്ക് തിരിഞ്ഞത്. സാമൂതിരിയുടെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്ന പന്നിയൂരിന്റെ പ്രതാപം നശിക്കാനുള്ള ഒരു കാരണം സാമൂതിരിയിൽ നിന്നുള്ള ഈ അകൽച്ചയായിരുന്നു അത്.
സാമൂതിരിയുടെ ബ്രാഹ്മണ മന്ത്രിയും സേനാധിപതിയുമായ തിരയഞ്ചേരി ഇളയത് അരി, അതുപോലെ വറുത്ത അരി, തുമ്പപ്പൂ ഇവയൊക്കെ ഇടകലർത്തി വെച്ചിരിക്കുന്ന ഒരു വലിയ വെള്ളിപ്പാത്രം പൂമുള്ളിയുടെയും വരിക്കഞ്ചേരിയുടെയും കിണരങ്ങാട്ടിന്റെയും മുമ്പിൽ വയ്ക്കും. 3 പ്രാവശ്യം ഓരോരുത്തരും ഈ മിശ്രിതം കൈകൾ കൊണ്ട് വാരി സാമൂതിരിയുടെ തലയിലിടുന്നു. ഇതോടെ സാമൂതിരി അധികാരം ഏറ്റെടുക്കുന്നു. അധികാരത്തിലേറിയാൽ ഉടൻ 4 ഓലകളിൽ തുല്യം ചാർത്തുന്നതാണ് അദ്ദേഹത്തിന്റെ ആദ്യ ജോലി. ഒന്നാമതായി നിർത്തിവെച്ച യുദ്ധങ്ങൾ തുടങ്ങുന്നു. രണ്ടാമതായി ചുങ്കം പിരിക്കുന്നതാണ്. മൂന്നാമതായി പണമടിക്കാനുള്ള പ്രവൃത്തി. നാലാമതായി അച്ഛൻ അഥവാ മങ്ങാട്ടച്ഛൻ, പണിക്കർ, ഇളയത്, പറനമ്പി, ഏറാട് മേനോൻ, ആലിപ്പറമ്പ്, പിന്നെ പഴയകാലത്ത് ചൗകട്ട് അഥവാ ചേറ്റുവ, പൊന്നാനി, കോഴിക്കോട് എന്നിവിടങ്ങളിലെ തലച്ചേർന്നോർ എന്നിവരുടെ പുനർനിയമനം നൽകുക എന്നിവയാണ് ഈ 4 ഓലകളിലെ തുല്യം ചാർത്തലോടെ സാധ്യമാക്കിയത്. നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഈ ട്രൈപോഡ് ഷെയ്ക്ക് ഉണ്ട്, അപ്പോൾ ക്ലാരിറ്റി കുറച്ച് കമ്മിയായിരിക്കും, ദയവായി ക്ഷമിക്കുക. ആദ്യകാലങ്ങളിൽ മറ്റു സ്ഥാനികളുടെ അരിയിട്ട് വാഴ്ച ഒരേ ദിവസമാണ് നടന്നിരുന്നത്. സാമൂതിരിയും വരിക്കാഞ്ചേരിയുമായിരുന്നു ഇവരുടെയൊക്കെ തലയിൽ അരിയിട്ടിരുന്നത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും സാമൂതിരി രാജകുമാരന്മാരെ ഓരോരുത്തരെയും നെടുങ്കനാടിന്റെ ഭരണാധികാരിയായും പടത്തലവന്മാരുമായി നിയമിച്ച ഓല ഓരോരുത്തർക്കും സാമൂതിരി നൽകും. അതിനുശേഷം പൊതുനിരത്തിലൂടെ ഘോഷയാത്ര നടത്തും. അതിനുശേഷം സാമൂതിരിയും മറ്റു 4 സ്ഥാനികളും കൊട്ടാരത്തിലേക്ക് തിരിച്ചെത്തി ആസനസ്ഥരാകുന്നു. വേണ്ടിയർമാർ എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ, അവര് ആരതി കൊണ്ട് ഒഴിയും. അതുപോലെ തന്നെ ഈ കുങ്കുമപ്പൂവ് ഒരു കുടം വെള്ളത്തിലിട്ടിട്ട് ആ കുടം കൊണ്ട് ഒഴിഞ്ഞ് ഈ സാമൂതിരിമാരെയും അതുപോലെ 4 സ്ഥാനികളുടെയും ദൃഷ്ടിദോഷം ഒഴിവാക്കുന്നു. പിന്നീട് ജ്യോത്സ്യൻ നിശ്ചയിച്ച പ്രകാരം ഏറാൾപ്പാട് കരിമ്പുഴയ്ക്ക് പോകുന്നു. ഇപ്പൊ നമ്മൾ കൂറ്റനാട് എത്തി. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.